ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. സിമ്പിൾ ചിക്കൻ കറി, എരിവും പുളിയും അധികമില്ലാണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വയസ്സായവർക്കും പിള്ളേർക്കും പിന്നെ എരിവും പുളി ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഹെൽത്തി ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാരെങ്കിലും ദയവ് ചെയ്തൊന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ ലൈക്കും കമന്റ് എല്ലാം ചെയ്യുക. അപ്പോൾ ഈ ഈസി ആയിട്ടുള്ള ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലിയെല്ലാം ഞാനിങ്ങനെ പീൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ക്ലീൻ ചെയ്ത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് 4 കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു. ടോട്ടൽ 8 പീസസ് ആയിട്ടാണ് ഞാൻ പൊട്ടാറ്റോ കട്ട് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്താൽ മതി. നല്ല ചെറിയ പീസ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലത്തെ വലുപ്പം മതി. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സവാളയാണ്. 2 സവാള എടുത്തിട്ടുണ്ട്. ആ സവാള ഞാൻ ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് ചിക്കനാണ്. ചിക്കൻ തൈ പീസസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഏത് ചിക്കൻ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് എണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള കൂടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് ഒന്ന് വാടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഇതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ 1/4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുരുമുളകാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ആഡ് ചെയ്യുന്നുള്ളത് ഒരു 1/2 ടീസ്പൂണ് ഉപ്പാണ്. നിങ്ങൾക്ക് എത്ര ടേസ്റ്റിന് എത്ര ഉപ്പ് വേണോ അത്ര നിങ്ങൾക്ക് എടുക്കാം. അത് ഒന്നുകൂടി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനാണ്. ചിക്കൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏത് ചിക്കൻ വേണമെങ്കിലും എടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ തൈ പീസ് കിട്ടിയതുകൊണ്ട് ഞാൻ തൈ പീസ് യൂസ് ചെയ്തു. അതുപോലെ ഈ ചിക്കൻ പീസസ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത എല്ലാ സ്പൈസസിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പൊട്ടാറ്റോ ഉണ്ടല്ലോ, ആ പൊട്ടാറ്റോ കൂടി ഒന്ന് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കാം. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഈ ചിക്കൻ കറിക്ക് എന്തിനാവോ പൊട്ടാറ്റോ ഇവിടെ മുറിക്കുന്നതെന്ന്. ഇപ്പോൾ മനസ്സിലായില്ല. ഇതേപോലെ ചിക്കൻ ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പൊട്ടാറ്റോ കൂടി ഇട്ടു. ഇപ്പോൾ 2 സൈഡും ഞാൻ തിരിച്ച് മറിച്ചെടുത്ത ശേഷം മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കുന്നുണ്ട് കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇപ്പം നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. നല്ല വെന്തിട്ടൊന്നുമില്ല, വെന്തു ഏകദേശം. കുറച്ച് 2 സൈഡിലൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാൻ പോവാണ്. പാന് ഫുള്ള് ഒരു 3/4 വരെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കണ്ടു നല്ല പോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോഴേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുള്ളത് സൂപ്പ് പൗഡറാണ് കേട്ടോ. നമുക്ക് സൂപ്പ് പൗഡർ കിട്ടൂലേ നാട്ടിൽ, നോറിൻ്റെ ഒക്കെ സൂപ്പ് പൗഡർ. അപ്പോൾ ആ സൂപ്പ് പൗഡർ കുറച്ചുകൂടി ഇതിലേക്ക് ഇടാം. ഈ സൂപ്പ് പൗഡറാണ് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് ഈ കറിക്ക്. അപ്പോൾ സൂപ്പ് പൗഡർ മാഗി ക്യൂബ്സ് വേണമെങ്കിലും ഇടാം. പിന്നെ ഇങ്ങനത്തെ സൂപ്പ് പൗഡർ ആണെങ്കിലും ഇടാം. ഇതുപോലത്തെ സൂപ്പ് പൗഡർ ഇട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. കണ്ടോ, ആ ചിക്കൻ്റെ എല്ലിൽ നിന്നുള്ള ഇറച്ചിയൊക്കെ ഇങ്ങനെ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് ഇതിലേക്ക് നമ്മളെ ചെറുനാരങ്ങ വെള്ളം, ലെമൺ ജ്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കൊറിയാൻഡർ ലീവ്സ് കൂടി, നമ്മളെ അതിന് മല്ലിച്ചപ്പ് കൂടി ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഇട്ട ശേഷം ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മൾ സ്പെഷ്യൽ എരിവും പുളിയും ഇല്ലാത്ത ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത്. ഇപ്പം ഞാൻ ചൂട് ബസ്മതി ചോറിൻ്റെ ഒപ്പരമാണ് ഈ കറി യൂസ് ചെയ്യൽ. ഇതാ കണ്ടോ, ഞാൻ ബസ്മതി ചോറാണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. റെഡ് റൈസ് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ.
ഇതുപോലെ ഞാൻ ഇത് കണ്ടോ, എന്താ നല്ല ചൂട് എരിവും എല്ലാം പുളിയും അങ്ങനെ ഒന്നുമില്ല. കുഞ്ഞു പിള്ളേർക്കെല്ലാം ഞാൻ ഇതുപോലെയാണ് കറി വെച്ച് കൊടുക്കല് വീട്ടിൽ. അപ്പോൾ എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കാം. കണ്ടോ, എത്ര ചോറുണ്ടായാലും മതിയാകില്ല. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ കറി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻജോയ്. താങ്ക് യു.